നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്. എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കെങ്കിലും ഇന്ന് വീട്ടിലൊക്കെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള ഒരു സമയമായിരിക്കും ഇന്ന്. മറ്റു ചിലരൊക്കെ ജോലിക്ക് പോകേണ്ട തിരക്കിലൊക്കെ ആയിരിക്കും. ഒരുപാട് വാർത്തകളൊക്കെയുള്ള ഒരു ദിവസമാണിന്ന്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. ആദ്യം നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട് നിയന്ത്രണം തെറ്റിയ കാർ മരത്തിലിടിച്ച് 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. 3 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പന്നി കുറുകെ ചാടിയപ്പോൾ നിയന്ത്രണം തെറ്റിയ കാർ മരത്തിലിടിച്ച ശേഷം വയലിലേക്ക് മറിഞ്ഞു. അപകടം രാത്രി 11 മണിയോടെ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് ബീഹാർ. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വിധി എഴുതുന്നത് 122 മണ്ഡലങ്ങൾ. സമസ്തിപൂരിൽ വിവി പാറ്റ് സ്ലിപ്പുകൾ റോഡരികിൽ. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് സസ്പെൻഷൻ. സ്വർണ്ണക്കൊള്ള കേസിൽ സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. മുൻ പ്രസിഡന്റ് പത്മകുമാറിനെയും ചോദ്യം ചെയ്തേക്കും. പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് BJPയുടെ പകപോക്കലെന്ന് SDPI. ഭയപ്പെടുത്തി നിശബ്ദമാക്കാമെന്ന് കരുതേണ്ടെന്ന നേതൃത്വം. ED കണ്ടുകെട്ടിയത് വിവിധ ട്രസ്റ്റുകളുടെയും SDPIയുടെയും പേരിൽ കൈവശം വെച്ചിരുന്ന സ്വത്തുക്കൾ. വന്ദേ ഭാരത് ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിൽ വിവാദം തുടരുന്നു. തീവ്ര ഹിന്ദുത്വം ഒളിച്ചു കടത്താനുള്ള ശ്രമമെന്ന് മുഖ്യമന്ത്രി. സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവലിച്ച പോസ്റ്റ് വീണ്ടും പങ്കുവച്ച് ദക്ഷിണ റെയിൽവേ. വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ BJP. രാവിലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ നമ്മൾ പോകുന്നത്. പാലക്കാട് കൊടുമ്പ് കല്ലിങ്കൽ ജംഗ്ഷന് സമീപം കാർ മരത്തിലിടിച്ച് 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. പന്നി റോഡിന് കുറുകെ ചാടിയപ്പോൾ വെട്ടിച്ച വാഹനം നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയും പിന്നീടത് വയലിലേക്ക് മറിയുകയുമായിരുന്നു. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേർ ചികിത്സയിലാണ്. അതിദാരുണമായ സംഭവം. പാലക്കാടാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത്? ഇപ്പോൾ നിലവിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 3 പേർ, അവരുടെ നിലവിലെ സ്ഥിതി എന്താണ്? അനുശ്രീ, ഇന്നലെ വൈകുന്നേരം രാത്രി 11 മണിയോടുകൂടിയാണ് ചിറ്റൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന 6 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന വാഹനം, കാറ് ചിറ്റൂർ കൊടുമ്പതിന് സമീപം കല്ലിങ്കലിൽ വെച്ച് റോഡിൽ ഒരു പന്നി കുറുകെ ചാടി എന്ന ഒരു തോന്നലിൽ റോഡിൽ നിന്ന് വണ്ടി തെന്നി മാറ്റുന്നു. വണ്ടി വെട്ടിച്ച് സമീപത്തുള്ള ഒരു മരത്തിലിടിക്കുകയും തുടർന്ന് ആ മരത്തിലിടിച്ച ശേഷം തുടർന്ന് സമീപത്തുള്ള നെൽപ്പാടത്തിലേക്ക് മറിയുകയാണ് ഉണ്ടായിരുന്നത്. ഫ്രണ്ടിലിരുന്ന 2 പേർക്കും വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന 2 പേർക്കും പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. പെൻസിലിരുന്ന 4 പേർക്കും അപകടത്തിൽ പരിക്കേൽക്കും. അതിൽ 3 പേർ മരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർ കൂട്ടുകാരാണ്. ഇവർ എല്ലാ ആഴ്ചയുടെ അവസാനങ്ങളിലും ഓരോ സ്ഥലങ്ങളിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു. 3 വിദ്യാർത്ഥികളുമാണ് ഒത്തുകൂടാറുണ്ടായിരുന്നു. ഇന്നലെ അതുപോലെ ചിറ്റൂരിൽ ഒത്തുകൂടിയ ശേഷം പാലക്കാട്ടേക്ക് തിരിച്ചു വരുമ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിൽ സമീപത്തുള്ള കൃഷിസ്ഥലങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടത്തിൽപ്പെട്ട 3 പേരുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. പരിക്കേറ്റവരും ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. അനുശ്രീ, പ്രജിത്ത്, അതുപോലെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അപകടത്തിൽപ്പെട്ട ആളുകളുടെ പരിക്കേറ്റവർക്ക് ഒരു നില ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റത് പാലക്കാട് വരുമ്പോൾ ആദിത്യൻ യാക്കർ, ലക്ഷ്മി നിവാസിലെ മകൻ സനിലിന്റെ നെന്മാറ സ്വദേശി പരമേശ്വരന്റെ മകൻ ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുശ്രീ, ശരി, പ്രജിത്ത് കോങ്ങാടാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. 6 പേരായിരുന്നു കാറിലുണ്ടായിരുന്നത്. 3 പേർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. മറ്റു 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
പ്രജിത് കോങ്ങാടാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. അവസാന ദിവസമായ ഇന്ന് NDAക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റാലികളിൽ പങ്കെടുക്കും. ദേശീയ നേതാക്കൾ ഇന്ത്യ സഖ്യത്തിനായി പ്രചാരണം നടത്തും. 122 മണ്ഡലങ്ങളിലേക്ക് ചൊവ്വാഴ്ചയാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം 14-നാണ് വോട്ടെണ്ണൽ. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് അവസാന തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുന്നത്. ഇന്ന് പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, ബീഹാർ അങ്ങനെ രണ്ടാം ഘട്ട പരസ്യ പ്രചാരണവും അവസാനിക്കുകയാണ്. കാരണം 121 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായത്. അതിൽ തന്നെ 65% പോളിംഗ് രേഖപ്പെടുത്തി. ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം ഏതായാലും ഇന്ന് അവസാനിക്കുകയാണ്. 122 മണ്ഡലങ്ങൾ, 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതുന്നത്. തീർച്ചയായും രണ്ട് മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് ഈ രണ്ടാം ഘട്ടം. കാരണം 65% പോളിംഗ് അത് മുന്നണികൾ പ്രതീക്ഷിക്കാത്തതാണ്. വലിയ പ്രതീക്ഷകളൊക്കെ തന്നെ മുന്നണികൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് NDA തരംഗം എന്ന് BJP നേതാക്കളും JDU നേതാക്കളുമൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ അടിയൊഴുക്കുണ്ടായിട്ടുണ്ടോ എന്ന ആശങ്ക മുന്നണികൾക്കുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യത്തിലും സമാനമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് മുന്നണികളെ സംബന്ധിച്ച് അതിനിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖല അടക്കമുള്ള പ്രദേശങ്ങളാണ് ഈ രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതുന്നത്. സീമാഞ്ചൽ മേഖല 24 മണ്ഡലങ്ങൾ, 122 മണ്ഡലങ്ങളിൽ 24 മണ്ഡലങ്ങൾ സീമാഞ്ചൽ മേഖലയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള 4 ജില്ലകൾ ഈ മേഖലയിലാണുള്ളത്. പ്രത്യേകിച്ച് കിഷൻഗഞ്ച്, കട്ടിഹാർ തുടങ്ങിയ പൂർണിയ തുടങ്ങിയ ജില്ലകളൊക്കെ തന്നെ ഇവിടെയാണ്. ഏതാണ്ട് 35 മുതൽ 60% വരെ ന്യൂനപക്ഷ വോട്ടുകളുള്ള ജില്ലകളാണ്. ഇവിടെ പക്ഷേ കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല. അവിടെ JDU BJP സഖ്യം കൂടുതൽ സീറ്റുകൾ നേടുന്നതാണ് കണ്ടത്. ഒപ്പം തന്നെ മജ്ലിസ് പാർട്ടി AIMIM 5 സീറ്റുകൾ വിജയിച്ച പ്രദേശം കൂടിയാണിത്. അപ്പോൾ ഇത്തവണ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഏതായാലും ഇന്ത്യ സഖ്യത്തിനുണ്ട്. അല്ലാത്ത പക്ഷം അത് സർക്കാർ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ വലിയ വെല്ലുവിളിയാവുകയും ചെയ്യും. ഏതായാലും വാശിയേറിയ പ്രചാരണ നാളുകൾ തന്നെയാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. ഇന്നലെ അദ്ദേഹം ഏറ്റവും അവസാനത്തെ റാലി സീതാമടിയിലും ഒപ്പം തന്നെ പശ്ചിമ ചമ്പാരനിലുമായിരുന്നു. അവിടെ അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഇനി ബീഹാറിലേക്ക് എത്തുക, സർക്കാർ രൂപീകരിക്കാൻ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയാണ് ബീഹാറിലേക്ക് എത്തുക എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. പക്ഷേ അദ്ദേഹം പ്രചാരണ യോഗങ്ങളിൽ കൂടുതലായും പരാമർശിച്ചത് സ്ത്രീകൾക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് സ്വയം തൊഴിലിനായി 10,000 രൂപ അവരുടെ അക്കൗണ്ടിലെത്തുന്ന മുഖ്യമന്ത്രി റോസ്ഗർ യോജന NDA സർക്കാർ നടപ്പാക്കിയത്. ഏതാണ്ട് 1.5 കോടി സ്ത്രീകൾക്ക് അതിൻ്റെ ഗുണം ലഭിച്ചു. അക്കാര്യങ്ങൾ പ്രധാനമന്ത്രി എടുത്തു പറയുന്നുണ്ട്. കൂടാതെ വനിതാ സംവരണം നടപ്പാക്കിയത് ഇന്നലെ യോഗങ്ങളിൽ പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. സർക്കാർ ജോലികളിൽ 33% സംവരണം ബീഹാർ സർക്കാർ നടപ്പാക്കിയത്. അങ്ങനെ സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചാരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയാണ്. അത് ഉറപ്പിക്കുന്ന പ്രചാരണമാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം ഇന്നലെയും അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ എത്തുമ്പോഴും പ്രചാരണം അതിൻ്റെ അവസാന മണിക്കൂറുകളിൽ എത്തുമ്പോൾ പോലും ജംഗിൾ രാജ്, അതായത് 20 വർഷങ്ങൾക്ക് മുമ്പാണ് ലാലു പ്രസാദ് യാദവിൻ്റെ അല്ലെങ്കിൽ റാബ്രി ദേവിയുടെ ഭരണം അവിടെ അവസാനിക്കുന്നത്. അന്നത്തെ സാഹചര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ വോട്ടർമാരിൽ യുവാക്കളടക്കമുള്ളവർക്ക് അന്ന് വോട്ടർമാരായിരിക്കില്ല, അവർ ചെറിയ കുട്ടികളായിരിക്കും. പക്ഷേ ആ കാലം ജംഗിൾ രാജിന് സമാനമായിരുന്നു ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണം ഏറ്റവും അവസാനം വരെ നിലനിർത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യം തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ, കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങൾ തന്നെയാണ് പ്രചാരണ യോഗങ്ങളിൽ ആവർത്തിക്കുകയും ചെയ്തത്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ തന്നെ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് നടത്തിയത്. ഏതായാലും വാശിയേറിയൊരു പ്രചാരണ കാലഘട്ടം, പ്രത്യേകിച്ച് ഏതാണ്ട് 1 മാസത്തോളം നീണ്ടുവന്ന പ്രചാരണം ഇപ്പോൾ ഏതായാലും അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിവാദങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര നടത്തിയത് ബീഹാറിലാണ്. ഇപ്പോൾ അവസാന മണിക്കൂറുകളിലേക്ക് പ്രചാരണം കടക്കുമ്പോൾ VVPAT സ്ലിപ്പുകൾ റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വലിയ വിവാദമായിട്ടുണ്ട്. ഇന്നലെ അത് തന്നെയാണ് ഈ VVPAT സ്ലിപ്പുകൾ റോഡരികിൽ കണ്ടെത്തുന്നു, അതുപോലെ തന്നെ സ്ട്രോങ് റൂമിലേക്ക് ആളുകൾ കടന്നു കയറുന്നു എന്ന തരത്തിലുള്ള വിവാദങ്ങൾ, എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ?
സമസ്തിപൂരിലാണ് ഇത്തരം സംഭവം ഉണ്ടായത്. അതായത് സ്ട്രോങ് റൂമിലേക്ക് ആളുകൾ കടന്നു കയറുകയും ഒപ്പം തന്നെ VVPAT സ്ലിപ്പുകൾ നടുറൂട്ടിൽ ഉപേക്ഷിച്ചത് കെട്ടുകണക്കിന് സ്ലിപ്പുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഏതായാലും അത് ഇന്ത്യ സഖ്യം വലിയ ആയുധമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നതാണ്. അതായത് സർക്കാരിന് വേണ്ടി കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തതാണ്. ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ ഒരു ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ കമ്മീഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറിച്ച് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പ്രതികരണവും വന്നിട്ടുണ്ട്. അതായത് മോക്ക് പോളിംഗിന് ഉപയോഗിച്ച സ്ലിപ്പുകളാണ് എന്ന പ്രതികരണമാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്ന് കമ്മീഷൻ സമ്മതിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ സഖ്യം ഈ അവസാന മണിക്കൂറിൽ ഈ വിഷയവും ഒരു പ്രചാരണ ആയുധമാക്കിയിട്ടുണ്ട്. അനുശ്വര രാകേഷ്, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതും വലിയ തരത്തിലുള്ള വോട്ടുകൊള്ള നടക്കുന്നു എന്നാണ്. അതും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് കരുതാനാകുമോ? അങ്ങനെ കരുതാനാകില്ല. രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം മൂന്നാമത്തെ വാർത്താ സമ്മേളനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയത്. അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ എങ്ങനെ ഒഴിവാക്കുന്നു, മറ്റു ചിലരെ എങ്ങനെ ഉൾപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളും ഇന്ത്യയിൽ താമസമല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യക്കാരല്ലാത്ത ആളുകൾ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു, അങ്ങനെ വോട്ടർ പട്ടികയിൽ എങ്ങനെ ക്രമക്കേട് എന്നാണ് രാഹുൽ ഗാന്ധി അതിൽ സൂചിപ്പിച്ചത്. ഇത് VVPAT സ്ലിപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് നാളുകളിൽ ഇതും വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യ സഖ്യം ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ബീഹാർ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലാണ്. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും പോറ്റിക്കൊപ്പം ഇരുത്തി SIT ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് SP ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്തേക്കും. അതേസമയം വാതിൽപ്പാടി സ്വർണ്ണ മോഷണ കേസിലെ മൂന്നാം പ്രതിയും മുൻ ദേവസ്വം കമ്മീഷണറുമായ N വാസുവിനെയും വിശദമായ ചോദ്യം ചെയ്യലിനായി പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. തിരുവനന്തപുരം വർക്കലയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ അതിക്രമത്തിനിരയായ ശ്രീകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കഴിഞ്ഞ 6 ദിവസമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്ന 19കാരി ഇതുവരെ ബോധം വീണ്ടെടുത്തിട്ടില്ല. മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിലാണ് യുവതിയുടെ ചികിത്സ തുടരുന്നത്. അതേസമയം റിമാൻഡിൽ കഴിയുന്ന പ്രതി സുരേഷ് കുമാറിനെ വിട്ടുകിട്ടാൻ റെയിൽവേ പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒപ്പമുണ്ടായിരുന്ന സഹയാത്രക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. ഇന്നലെയൊക്കെ ഏറെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു തലസ്ഥാനത്ത് മെട്രോ വരുന്നു എന്നതിനെ പറ്റിയുള്ളത്. തലസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് തന്നെ മെട്രോ റെയിൽ പദ്ധതി മുതൽക്കൂട്ടാകുമെന്ന വിലയിരുത്തലാണ് വ്യവസായ രംഗത്തുള്ളവർക്കുള്ളത്. തലസ്ഥാന നഗരത്തിലെ ഗതാഗത കുരുക്കിന് മെട്രോ പ്രതിവിധിയാകുമെന്നാണ് വിലയിരുത്തൽ. മെട്രോ കടന്നു പോകുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ഞങ്ങളുടെ വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തലസ്ഥാന നഗരത്തിന്റെ 10 വർഷത്തിലേറെ നീണ്ട ആവശ്യത്തിനാണ് മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം ലഭിച്ചതോടെ സാക്ഷാത്കാരമാകുന്നത്. കൊച്ചിയിൽ മെട്രോ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ KMRL തന്നെയാകും തിരുവനന്തപുരത്തും പദ്ധതി നടപ്പിലാക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാപ്പനംകോടാണ്. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി വഴി തിരുവനന്തപുരം വിമാനത്താവളത്തിന് അടുത്തുകൂടി ഈഞ്ചക്കലിൽ അവസാനിക്കുന്ന തരത്തിലായിരിക്കും 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മെട്രോയുടെ ആദ്യഘട്ടം. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ: തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം സെക്രട്ടേറിയറ്റ്, പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെന്റിനാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവയായിരിക്കും ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ.
തിരുവനന്തപുരത്തിന്റെ വികസന രംഗത്തെ കുതിച്ചുചാട്ടമായി മെട്രോ റെയിൽ പദ്ധതി മാറുമെന്ന് വിദഗ്ധർ അവകാശപ്പെടുന്നു. നമുക്ക് വരുന്ന മെട്രോ എല്ലാ രീതിയിലും നല്ല, കാരണം റോഡ് വഴി കവർ ചെയ്യുന്നു, റെയിൽവേ സ്റ്റേഷൻ കവർ ചെയ്യുന്നു, എയർപോർട്ട് കവർ ചെയ്യുന്നു, ഈഞ്ചക്കൽ. പിന്നെ ഈ വന്നിരിക്കുന്ന 3 സ്ഥലത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പം അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈഞ്ചക്കൽ ടു വിഴിഞ്ഞം ആണ് ഇതിന്റെ അടുത്ത ഒരു സ്റ്റേജ്. പാപ്പനംകോട്ട് ടു നെയ്യാറ്റിങ്കര, കഴക്കൂട്ടം ടു ആറ്റിങ്ങൽ. അപ്പോൾ ഈ ഇത്രയും ഏരിയയിൽ വികസിക്കുമ്പം തിരുവനന്തപുരം മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഒരു കംപ്ലീറ്റ് ആ സിറ്റിയുടെ വലിപ്പം അങ്ങ് കൂടുകയാണ്. അപ്പം അത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു 2029-30 ആകുമ്പം തിരുവനന്തപുരത്തുള്ള മെട്രോ സ്റ്റാറ്റസ് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അതിന് സത്യം. 27 സ്റ്റേഷനുകൾ പിന്നിട്ട 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ ആദ്യഘട്ടം ഈഞ്ചക്കലിൽ അവസാനിക്കുമ്പോൾ ഏതാണ്ട് 7,750 കോടി രൂപ ആകെ പദ്ധതിയുടെ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ 20% ചെലവ് സംസ്ഥാനവും 20% കേന്ദ്രവും വഹിച്ചുകൊണ്ട് ശേഷിക്കുന്ന 60% കടമെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതിനപ്പുറത്തേക്ക് 30% പദ്ധതി ചെലവ് സംസ്ഥാനവും 30% ചെലവ് കേന്ദ്രവും എടുക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന 40% ആയി കടമെടുപ്പിന്റെ പരിധി കുറയ്ക്കാനാകുമെന്നൊരു വിലയിരുത്തലും സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കൂടിയാലോചനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം തുടങ്ങിയ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിവേഗം കുതിച്ചുവരുന്ന തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് മെട്രോ റെയിൽ പദ്ധതി ഗതിവേഗം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നലെയായിരുന്നു എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചത്. വന്ദേ ഭാരത് ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികൾ ട്രെയിനിൽ RSS ഗണഗീതം പാടിയതിൽ വിവാദം തുടരുകയാണ്. ചടങ്ങിൽ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് നടന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പിൻവലിച്ച വീഡിയോ ദക്ഷിണ റെയിൽവേ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പോസ്റ്റ് ചെയ്തു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ 67.03 കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയത് BJPയുടെ പകപോക്കലെന്ന് SDPI. ഭയപ്പെടുത്തി നിശബ്ദമാക്കാമെന്ന വ്യാമോഹം വിലപ്പോവില്ലെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫിന്റെ പ്രതികരണം. തിരുവനന്തപുരത്തെ SDPI ഭൂമി, പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ്, ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ബിനാമി പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വത്ത് വകകളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. ആയുധ പരിശീലനമടക്കം ഈ സ്ഥലങ്ങളിൽ വെച്ച് നടത്തിയിരുന്നു. ഇതുവരെ PFയുടെ 129 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഇനി രാവിലെ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇടുക്കി ജില്ലാ പഞ്ചായത്തിനെ ഇനി വനിത നയിക്കും. വനിതാ സംവരണ ചിത്രം വ്യക്തമായതോടെ ഇടുക്കി ജില്ലാ പഞ്ചായത്തും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും നയിക്കാൻ വനിതകളെത്തും. വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ അമരത്തും വനിതാ നേതാവായിരിക്കും. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിൽ സാരഥ്യം വഹിക്കുന്നത് സ്ത്രീകളാവും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിലവിൽ ജനറൽ വിഭാഗത്തിലാണ്. എന്നാൽ ഇനിയത് വനിതാ സംവരണമായി മാറും. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിലവിൽ വനിതയാണ്. അടുത്ത 5 കൊല്ലവും ഒരു വനിത തന്നെ തുടരും. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണവും വനിതാ നേതാവിന്റെ കൈകളിലാവും. വനിതാ സംവരണ ബില്ല് നിലവിൽ വന്നതിന് ശേഷം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ കഴിവ് തെളിയിച്ച നിരവധി പ്രഗത്ഭരായ വനിതകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ജില്ലാ ആസ്ഥാന പഞ്ചായത്ത്, വാഴത്തോപ്പ് പഞ്ചായത്തും മരിയാപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ വനിതകൾക്കായി സംവരണം ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം, സ്ത്രീകൾ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ സ്ത്രീകൾ അവരുടെ നേതൃത്വത്തിൽ നല്ല സംശുദ്ധമായ ഭരണത്തിലൂടെ മികവ് തെളിയിക്കുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
സമീപ പഞ്ചായത്തുകളായ കഞ്ഞിക്കുഴി, മരിയാപുരം, അറക്കുളം പഞ്ചായത്തുകളും വനിതാ സംവരണമായതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്തിന്റെ ഭരണം പൂർണ്ണമായും വനിതകളെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ജില്ലയിൽ 24 പഞ്ചായത്തുകളും 3 ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുമാണ് വനിതാ സംവരണ വിഭാഗത്തിൽ വരുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി അടയാള ബന്ധമുള്ള ഏക പഞ്ചായത്താണ് പാലക്കാട് അകത്തേത്തറ. 1982 ഇന്ദിരാഗാന്ധി ഇവിടെ എത്തി ഹേമാംബിക ക്ഷേത്രമെന്ന കൈപ്പത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പാർട്ടി ചിഹ്നം കൈപ്പത്തിയാക്കാൻ നിശ്ചയിച്ചതെന്നാണ് പ്രചരിക്കുന്ന ചരിത്രം. എന്നാൽ കോൺഗ്രസുമായി ഇത്രയും ആത്മബന്ധമുള്ള പഞ്ചായത്തിൽ ഒരു വാർഡിൽ പോലും കോൺഗ്രസ് മെമ്പറില്ല. കാലങ്ങളായി CPM ഭരിക്കുന്ന അകത്തേത്തറയിൽ BJPയാണ് പ്രതിപക്ഷം. മലമ്പുഴ മണ്ഡലത്തിലാണെങ്കിലും പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് അകത്തേത്തറ. 1982 ഇന്ദിരാഗാന്ധി പാലക്കാട് സന്ദർശിച്ചപ്പോൾ മുതിർന്ന നേതാവായ VS വിജയരാഘവനാണ് അന്ന് അകത്തേത്തറയിലെ കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോയത്. ശ്രീകൗല്യ പ്രതിഷ്ഠ അനുഗ്രഹം ചൊരിയുന്ന 2 കൈപ്പത്തികളായതിനാൽ കൈപ്പത്തി ക്ഷേത്രമെന്നും ഇവിടം അറിയപ്പെടുന്നു. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇന്ദിരാഗാന്ധി കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമാക്കാൻ നിശ്ചയിച്ചതെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ ചില മറുവാദങ്ങളൊക്കെ ഉണ്ടുതാനും. ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ അകത്തേത്തറ പഞ്ചായത്തിന്റെ ചിത്രത്തിലില്ല, ചരിത്രത്തിൽ മാത്രമേയുള്ളൂ. 2015 5 സീറ്റ് കിട്ടിയെങ്കിൽ 2020 1 സീറ്റും കിട്ടിയില്ല. ഈ ചരിത്രം മാറ്റിയെഴുതുമെന്നാണ് അകത്തേത്തറയിലെ കോൺഗ്രസുകാർ പറയുന്നത്. ഇവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ട പദ്ധതികൾ രൂപീകരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ആളുകൾക്ക് കൃഷിയോഗ്യമായ തരിശുഭൂമികളെ കൃഷിയോഗ്യമാക്കുന്നതിന് തൊഴിലുറപ്പ് മേഖല എങ്ങനെ ഉപയോഗിക്കണമെന്നൊരു റിസർച്ച് നടത്തി അതിലേക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ പാവപ്പെട്ട ഹരിജനങ്ങളും ഗിരിജനങ്ങളും താമസിക്കുന്നവർക്ക് അവർക്ക് താമസിക്കാനും അവരുടെ ജീവിത അന്തരീക്ഷങ്ങൾക്ക് മുന്നോട്ട് വരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. അതേപോലെ തന്നെ റോഡുകൾ മോശമായി കിടക്കുന്ന റോഡുകളൊക്കെ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങൾ ഈ 5 വർഷവും ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. മറുവശത്ത് BJPക്കാകട്ടെ വർഷം തോറും സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. 2015 5 സീറ്റ് നേടിയ BJPക്ക് 2020 അത് 7 ഉയർത്താനായി. ഇക്കുറി ഇടതുപക്ഷത്തെ അട്ടിമറിച്ച് ഭരണം നേടുകയാണ് ലക്ഷ്യമെന്ന് BJP അവകാശപ്പെടുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് വിജയിക്കുകയും 5ഓളം സീറ്റുകൾ സെക്കൻഡ് വരികയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിലാണ് BJPക്ക് ഇവിടെ ഭരണം നഷ്ടപ്പെട്ടത്. ഇത്തവണ BJP വലിയധികം വിജയസാധ്യതയാണ് ഇവിടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും നമുക്ക് ഇത്തവണ മൃഗീയ ഭൂരിപക്ഷം കിട്ടുകയും 13ലധികം സീറ്റുകൾ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇടതുപക്ഷത്തിന്റെ കുത്തക പഞ്ചായത്താണ് അകത്തേത്തറ. 3 പതിറ്റാണ്ടിലേറെക്കാലമായി ഇടതുപക്ഷം മാത്രം ഭരിക്കുന്ന പഞ്ചായത്ത്. ഇക്കുറിയും അത് തുടരുമെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു. ഇന്നത്തെ കോൺഗ്രസാണ് നാളത്തെ BJP എന്നും CPM. തുടർഭരണം എന്തായാലും ഉണ്ടാവും, അതിലൊരു സംശയമില്ല. കാരണം നമ്മൾക്കുള്ള വികസന പ്രവർത്തനങ്ങൾ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയും നല്ലപോലെ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാവരുടെയും കാണുന്ന പോലെ ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. കോൺഗ്രസ് കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും BJPക്ക് ഇവിടെ വളർച്ച ഉണ്ടാവില്ല. അതില്ലാത്തത് കൊണ്ടാണ് BJPയുടെ വളർച്ച ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അത് LDFന് ബാധിക്കില്ല. വാർഡ് പുനഃക്രമീകരണത്തിൽ 2 എണ്ണം കൂടി അധികമായി ഉൾപ്പെട്ടതോടെ ഈ വർഷം മുതൽ 19 സീറ്റാണ് പഞ്ചായത്തിൽ. ഇടതുപക്ഷം ഭരണ തുടർച്ചയും BJP അട്ടിമറിയും അവകാശപ്പെടുമ്പോൾ കൈപ്പത്തി ഹേമാംബിക ക്ഷേത്രത്തിൽ മാത്രമായി ഒതുങ്ങുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. തിരുവനന്തപുരം കാട്ടാക്കടയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പണി പൂർത്തിയാക്കാത്ത അംഗനവാടി ഉദ്ഘാടനം ചെയ്തതിൽ വിവാദം. ഇത്തരത്തിൽ 3 അംഗനവാടികളാണ് ഒരു ദിവസം ഉദ്ഘാടനം ചെയ്തത്. ആര്യങ്കോട് പഞ്ചായത്തിൽ നടന്ന ഉദ്ഘാടന മാമാങ്കത്തെ ചൊല്ലിയാണ് വിവാദം. പൂർത്തിയാകാത്ത കോൺക്രീറ്റ് തറ, ശുചിമുറിയിൽ ക്ലോസറ്റ് മാത്രം. 13 ലക്ഷത്തിന്റെ കെട്ടിടങ്ങൾക്ക് 3 ലക്ഷം പോലും മുടക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോഴാണ് ആര്യങ്കോട് പഞ്ചായത്തിന്റെ ഈ ഉദ്ഘാടന മാമാങ്കം. കഴിഞ്ഞ 6-ാം തീയതിയാണ് തിരക്കിട്ടുള്ള ഉദ്ഘാടനം നടന്നത്. പഞ്ചായത്തിലെ കാലായിൽ, നെട്ടണി, കുറ്റ്യാണിക്കാട് വാർഡുകളിൽ ഉദ്ഘാടനം ചെയ്ത അംഗനവാടികളെ കുറിച്ചാണ് വ്യാപക ആരോപണം. പണി പൂർത്തിയാക്കാതെ നടത്തിയ ഉദ്ഘാടനത്തിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. 13,30,000 ആണ്
ചെലവായ തുകയെന്ന് ശിലാഫലകത്തിൽ കുറിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ അഴിമതിയുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. കുറ്റ്യാണിക്കാടിലെ അങ്കണവാടിയിൽ കെട്ടിടത്തിനുള്ളിലെ മണ്ണ് പോലും മാറ്റിയിട്ടില്ല. അടുക്കളയിലെ പൂർത്തിയാകാത്ത സ്ലാബുകളിൽ സിങ്കില്ല. പഞ്ചായത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ മറുപടി പറയാൻ പ്രസിഡന്റ് തയ്യാറായില്ല. ഉത്തരവാദിത്തം എഇക്കാണെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിലപാട്. എഇ ലീല ജോസും പ്രതികരിച്ചിട്ടില്ല. അത് ഇപ്പോൾ ഇലക്ഷൻ വരെയല്ലേ, അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് ഉദ്ഘാടനം കഴിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കണം, വോട്ട് വാങ്ങണം, വീണ്ടും അവർക്ക് വിജയിച്ച് വരണം. അതിനുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയാണ് അവർ എത്രയും പെട്ടെന്ന് ആരെ അറിയിക്കാതെ പെട്ടെന്ന് രഹസ്യമായിട്ട് അംഗൻവാടി തന്നെ ഉദ്ഘാടനം കഴിഞ്ഞത്. 13,30,000 രൂപയാണ് അംഗൻവാടിക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ, ഈ പൊടിയിലും കൊച്ചു പിള്ളേരുടെ വിടാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം പണി ആയില്ല. അപ്പോൾ ബാക്കി പൈസ എന്ത് ചെയ്തു, ഇതിൻ്റെ ഫണ്ട് എവിടെ നിന്ന് കിട്ടി, ബാക്കി പൈസ എന്ത് ചെയ്യുന്നുള്ളത് ആ നാട്ടുകാരായി ഞങ്ങൾക്ക് അറിയണം. തറ എന്ന് പറയുന്നത് വെറും ഒരു കോൺക്രീറ്റ് മാത്രമേ, ബേസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറം തറ ടൈല് ചെയ്യുകയോ, ഇവിടെ കിച്ചൺ ഉണ്ട്. കിച്ചൺ എന്ന് പറയുന്നത് ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട്, സിങ്ക് ടാങ്കിന് വേണ്ടി ഒരു കോളം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം അവിടെ ഒരു സിങ്ക് ടാങ്കോ അല്ലെങ്കിൽ അവിടെ വെള്ളം വരേണ്ട സംവിധാനം ഒന്നും ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ഇവിടെ ഈ ക്ലോസറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്താൽ പോലും ആ ക്ലോസറ്റിൽ നിന്ന് പോകേണ്ട വേസ്റ്റ് ടാങ്ക് അല്ലെങ്കിൽ അവിടെ നമുക്കൊന്നും തന്നെ കാണാനായിട്ട് പുറത്ത് ഇല്ല എന്നുള്ളതാണ്. വേസ്റ്റ് ടാങ്ക് ഒന്നും ഇല്ല, വെറുതെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്, അല്ലാതെ അതിൽ കണക്ഷനോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. 10 ലക്ഷം തൊഴിലുറപ്പിൽ നിന്നും ബാക്കി തുക പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് വിനിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കടയുടെ പേര് മൂലം വൈറലാവുകയാണ് കോതമംഗലം കുട്ടമ്പുഴയിലെ ജോർജ് ഏട്ടന്റെ ചായക്കട. ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്നാണ് ചായക്കടയുടെ പേര്. ബോർഡ് കണ്ട് കൗതുകം കൂടുന്നവരെ നല്ല രുചിയുള്ള ചായ നൽകിയാണ് ജോർജ് ഏട്ടൻ സ്വീകരിക്കാറ്. കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ എന്ന ചെറുപട്ടണത്തിന്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്ന ചായക്കടയാണ് പേരിന്റെ പ്രത്യേകത കൊണ്ട് വ്യത്യസ്തമാകുന്നത്. കോതമംഗലം ഭാഗത്ത് നിന്ന് കുട്ടമ്പുഴയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഇത് ഫസ്റ്റ് കടയാണ്. കുട്ടമ്പുഴയിൽ നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് വരുന്നവർക്ക് ഇത് ലാസ്റ്റ് കടയും. അതുകൊണ്ടാണ് ജോർജേട്ടൻ തന്റെ ചായക്കടയ്ക്ക് വ്യത്യസ്തമായ ഈ പേര് നൽകിയത്. നേരത്തെ കുട്ടമ്പുഴയിൽ നിന്ന് കോതമംഗലത്ത് ഇങ്ങോട്ട് വരുന്നവർക്ക് ആദ്യത്തെ കടയും തിരിച്ച് കുട്ടമ്പുഴയ്ക്ക് നിന്ന് മടങ്ങി കോതമംഗലത്തിന് പോകുന്നവർക്ക് ലാസ്റ്റ് കടയായിരുന്നു. അതിനിടയ്ക്ക് ഇവിടം വരെ കടയില്ലായിരുന്നു. ഇവിടുന്ന് 28 കൊല്ലമായി ഈ കട തുടങ്ങിയിട്ട്. അവിടുന്ന് വേറെ കടകളൊന്നും ഈ ഭാഗത്ത് റോഡിന് ഇത്ര വീതി ഇല്ലായിരുന്നു, വേറെ കടകളിങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇതിന് പേരിടാൻ കാരണം. ലാസ്റ്റ് കട ഫസ്റ്റ് കട. 28 വർഷമായി കട തുടങ്ങിയിട്ട്. അന്ന് ഈ പ്രദേശത്തെ ഏക കടയായിരുന്നു. ഭാര്യ വത്സമ്മയുടെ നേതൃത്വത്തിലാണ് കടയിലേക്ക് ആവശ്യമായ ചെറുകടികൾ തയ്യാറാക്കുന്നത്. ബോളി, പരിപ്പുവട, ഉഴുന്നുവട, പത്തിരി, കൊഴുക്കട്ട, വട്ടയപ്പം തുടങ്ങിയവയെല്ലാം കടയോട് ചേർന്നുള്ള വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. പേരുകൊണ്ട് മാത്രമല്ല, നല്ല ചായയും ചെറുകടികൾ കൊണ്ടും നാട്ടിലെ പ്രിയ കടയായി മാറിയിരിക്കുകയാണ് ഈ കടയെന്ന് പതിവുകാരായ സിബിയും ജെയിംസും. കുട്ടമ്പുഴയിലെ എല്ലാ ആളുകളും വന്ന് ചായ കുടിക്കുന്ന നല്ല ചായ കിട്ടുന്നതാണ്. ഈ കടയുടെ പേര് തന്നെ ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്നാണ്. കുട്ടമ്പുഴയിൽ നിന്നും പോകുമ്പോൾ ഇത് ലാസ്റ്റ് കടയും കുട്ടമ്പുഴയിലേക്ക് വരുമ്പോൾ ഇത് ഫസ്റ്റ് കടയാണ്. വർഷങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വരുന്നത് ജോർജേട്ടൻ്റെ കടയിലാണ്. നല്ല ചായ കിട്ടും, ചായക്ക് കോംപ്രമൈസ് ഇല്ല. അതുപോലെ തന്നെ മനസ്സറിഞ്ഞ് ചായ കൊടുക്കും. 28 വർഷമായിട്ട് ഇവിടെയാണ് ചായ കുടിക്കുന്നത്. ഈ പേരുകൊണ്ട് തന്നെ ശ്രദ്ധേയമാണ്. പാരമ്പര്യമായ ചായക്കടയായിരുന്നുള്ള ഫാദറിനില്ല. മറ്റ് സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർ ഈ പേരിന്റെ കൗതുകം കാരണം ഫോട്ടോ എടുക്കാറുണ്ടെന്നും നാട്ടുകാരും ഉദ്യോഗസ്ഥരുമെല്ലാം തന്റെ പതിവുകാരാണെന്നും കടയുടമ ജോർജ് പറയുന്നു. ന്യൂസ് 18 കോതമംഗലം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ യുക്രൈനു നേരെ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് റഷ്യ. ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. 45 മിസൈലുകളും 450 ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. യുക്രൈനിന്റെ ഊർജ്ജ പദ്ധതികളും ആയുധ നിർമ്മാണശാലകളും കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. കിഴക്കൻ യുക്രൈനിലെ പോക്രോസ് നഗരം റഷ്യ കീഴടക്കിയെന്നാണ് റിപ്പോർട്ട്. റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. Багато балістики, щонайменше 25 балістичних ракет було. Також були аеробалістичні та крилаті ракети, ще більш ніж 450 безпілотників різних типів. Дуже наглий. Багато в чому удар демонстративний. കൂടുതൽ വിവരങ്ങളുമായി VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, യുക്രൈന്റെ ആയുധ നിർമ്മാണശാലകൾ പോലും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ സംഘർഷം കൂടുതൽ ശക്തമാവുകയാണല്ലേ?
ഒരിടവേളയ്ക്ക് ശേഷം സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് യുക്രൈനിൽ. റഷ്യ യുക്രൈനുമേൽ ആക്രമണം കടുപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം ഒരുപക്ഷെ ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ വ്യോമാക്രമണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 45 മിസൈലുകളും 450 ഡ്രോണുകളും യുക്രൈനെ ലക്ഷ്യമാക്കി റഷ്യ തൊടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് ഈ ഒരു പശ്ചാത്തലം കൂടി അതിന് നിർണായകമാണ്. കാരണം നാറ്റോ അംഗരാജ്യങ്ങൾ സൈനികാഭ്യാസം നടത്തുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ യുക്രൈന് ലഭിച്ചതായി പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി തന്നെ നവംബർ ആദ്യവാരം സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിശൈത്യകാലം, അതിന് മുന്നോടിയായി ഇത്തരം ഒരു ആക്രമണം. സാധാരണഗതിയിൽ അതിശൈത്യകാലത്ത് ആക്രമണങ്ങൾ ലക്ഷ്യം കാണുക സ്വാഭാവികമല്ല. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി ആക്രമണം കടുപ്പിക്കുകയാണ് റഷ്യ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. 2002 യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുക്രൈൻ്റെ ആണവ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണശാലകളും ലക്ഷ്യമിട്ട് നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഡെനിപ്രോയിൽ നിരവധി ജനവാസ മേഖലകളിൽ ഈ ഡ്രോണുകൾ പതിച്ചു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡെനിപ്രോയിൽ മാത്രം 3 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പ്രധാന നഗരങ്ങളിലും റഷ്യ ആക്രമണം നടത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ 3 പേർ സാപ്രോഷിയയിലും ഒരാൾ കാർക്കീവിലും കൊല്ലപ്പെട്ടു എന്ന് പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നു. കീവ്, പോൾട്ടോവ, കാർക്കേവ് മേഖലകളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണമാണ് ഇതിൽ ഏറ്റവും നിർണായകം. അല്പം മുമ്പ് നമ്മൾ കണ്ടത് വോളോഡിമർ സെലൻസ്കിയുടെ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ സെലൻസ്കി വ്യക്തമാക്കുന്നത് 26 മിസൈലുകൾ റഷ്യ തൊടുത്തത് ലക്ഷ്യം കണ്ടിരിക്കുന്നു. ഇത് ജനവാസ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി. ഊർജ്ജോൽപാദന രംഗത്ത് യുക്രൈന് വലിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടാക്കി. പല നഗരങ്ങളിലും ഇപ്പോൾ പവർ കട്ടാണ്. ഇത്തരത്തിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് റഷ്യ ആക്രമണം കടുപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം കൂടുതൽ കടുപ്പിക്കണം എന്ന് മറ്റ് ലോകരാജ്യങ്ങളോട് സെലൻസ്കി അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ഇത് വ്യക്തമാക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിശൈത്യകാലം വരാനിരിക്കെ ഇത്തരത്തിൽ റഷ്യ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം സാധാരണക്കാരെ ഉപദ്രവിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും സെലൻസ്കി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നു. എന്തായാലും 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ എണ്ണ റിഫൈനറികൾക്ക് നേരത്തെ യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു. പൈപ്പ് ലൈനുകൾ അടക്കം മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് ഊർജ്ജം വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈനുകൾ അടക്കം തിരഞ്ഞു പിടിച്ചായിരുന്നു നേരത്തെ യുക്രൈൻ ആക്രമണം നടത്തിയത്. ഇതിനുള്ള മറുപടിയോടെയായി ഈ പ്രത്യാക്രമണത്തെ കാണണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, പ്രൊക്കോവ് നഗരം, ആ നഗരം പൂർണ്ണമായും റഷ്യ പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ് ഈ പൊക്രോവ്സ് നഗരം. കിഴക്ക് ഡൊണസ്കിലേക്കും അതോടൊപ്പം തന്നെ പടിഞ്ഞാറ് നിപ്രോയിലേക്കും സാപ്രോഷിയയിലേക്കുമൊക്കെയുള്ള പ്രധാന റോഡുകൾ, ആ റോഡുകളെല്ലാം സംഗമിക്കുന്ന ഒരിടം കൂടിയാണ്. യുക്രൈൻ്റെ സൈനിക നീക്കങ്ങൾക്ക് തന്ത്രപ്രധാനമായ മേഖല കൂടിയാണ്. ആ അർത്ഥത്തിൽ പൊക്രോവ്സ് നഗരം വളരെ നിർണായകമാണ് യുക്രൈന്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു ശക്തമായ ആക്രമണം നടത്തുകയും ആ മേഖല കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ പല അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ നഗരം കേന്ദ്രീകരിച്ച് റഷ്യ ആക്രമണം കടുപ്പിക്കുന്നു, ആ നഗരം റഷ്യ വളഞ്ഞിരിക്കുന്നു. അങ്ങനെ പൊക്രോവ്സ് പിടിച്ചെടുത്തുകൊണ്ട് ഈ യുദ്ധത്തിലെ വളരെ പ്രധാനമായ ഒരു മുന്നേറ്റം റഷ്യ വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനനുസരിച്ചുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും വളരെ ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ രാത്രിയിൽ യുക്രൈന് നേരെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തികച്ചും അപ്രതീക്ഷിതമായൊരു സമയത്ത് ആണ് ഈ ആക്രമണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, കഴിഞ്ഞ നവംബർ ആദ്യവാരം തന്നെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങൾ വഴി അമേരിക്കയിൽ നിന്ന് കൂടുതൽ അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈലുകൾ അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിച്ചിരുന്നു എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു ആക്രമണം എന്നതുകൂടിയാണ് ഏറ്റവും ശ്രദ്ധേയം. അത്തരത്തിൽ നാറ്റോ അംഗരാജ്യങ്ങൾ സൈനികാഭ്യാസം, അതോടൊപ്പം തന്നെ അതിശൈത്യകാലത്തിന് മുൻപ് ആക്രമണം കൂടുതൽ കടുപ്പിക്കുക, അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ യുക്രൈന് ലഭിച്ചു എന്ന് പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ആക്രമണം ഒരു ഘട്ടം കൂടി കടുപ്പിക്കുകയാണ് എന്തായാലും റഷ്യ. അനുശ്രീ. കാർത്തിക്, സെലൻസ്കി തന്നെ അവിടുത്തെ യഥാർത്ഥ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അവിടുത്തെ യുദ്ധമുഖത്തെ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഇടപെടലിനുള്ള സാധ്യത ഉണ്ടോ? എന്തൊക്കെയാണ് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ? റഷ്യയ്ക്ക് മേൽ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിക്കണം എന്നൊരാവശ്യമാണ് യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും സമാധാന ശ്രമങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് അമേരിക്ക തന്നെ നേരിട്ട് ഇടനില നിന്ന് നടത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതെല്ലാം
പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. റഷ്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. മാത്രമല്ല റഷ്യ പല കോണുകളിൽ നിന്നും, അതായത് പ്രത്യേകിച്ച് യുക്രൈൻ്റെ പല തന്ത്രപ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും കടുപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് വിവിധ നേതാക്കൾ, യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ അമേരിക്ക അടക്കം പല ഘട്ടങ്ങളിലും തന്ത്രപ്രധാനമായ ഇടപെടലുകൾ നടത്തുകയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനും ഒരു ഘട്ടം വരെയെങ്കിലും വെടിനിർത്തൽ സാധ്യമാണോ എന്ന് പരിശോധിക്കാനും എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ അതിലൊന്നും തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അതുതന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും യുദ്ധം വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാക്കും എന്ന സന്ദേശം തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകുന്നത്. കാരണം ഈ ഒരു പശ്ചാത്തലം, അതിശൈത്യത്തിന് മുൻപ് ആക്രമണം വ്യാപകമാക്കുക, കൂടുതൽ നഗരങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുക, യുക്രൈൻ നഗരങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിലൂടെ യുക്രൈൻ്റെ തിരിച്ചടി ഒരു പരിധിവരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൂടി റഷ്യ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം നേരത്തെ റഷ്യയുടെ ആക്രമണത്തിൽ യുക്രൈനിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. ആ പല ഘട്ടങ്ങളിലും യുക്രൈൻ്റെ പ്രത്യാക്രമണങ്ങൾ റഷ്യ പ്രതീക്ഷിച്ചതിലും അധികമായിരുന്നു. റഷ്യയുടെ എണ്ണ റിഫൈനറികളിൽ ഇത്തരത്തിൽ നടത്തിയ ആക്രമണം റഷ്യയുടെ സാമ്പത്തിക അവസ്ഥയെ തന്നെ സാമ്പത്തിക രംഗത്തെ തന്നെ വലിയ തോതിൽ ബാധിച്ചു. സാധാരണക്കാർക്ക് പെട്രോൾ അതോടൊപ്പം തന്നെ ഡീസലൊക്കെ നൽകുന്ന അളവിൽ വരെ വലിയ കുറവ് വരുത്തേണ്ട ഒരു സാഹചര്യം റഷ്യയ്ക്ക് ഉണ്ടായി. അത്തരത്തിൽ സാമ്പത്തികമായി ചില പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യാക്രമണം ഒരു പടി കൂടി കടുപ്പിക്കുകയാണ് റഷ്യ എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. അനുശ്രീ, ശരി. യുക്രൈനു മേലുള്ള റഷ്യയുടെ ആക്രമണം കൂടുതൽ കടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 7 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വി.ആർ. കാർത്തികാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ, വിസ നിയമനങ്ങൾ നടപ്പാക്കാൻ അമേരിക്ക നടപടികൾ ആരംഭിച്ചു. ലോകമെമ്പാടുമുള്ള എല്ലാ എംബസികളോടും കോൺസുലേറ്റുകളോടും ഇതിനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച പുതിയ നിർദ്ദേശങ്ങൾ ഗൗരവത്തോടെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന G20 ഉച്ചകോടിയിൽ ഒരു US ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും പങ്കെടുക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. പ്രിട്ടോറിയയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനം. രാവിലെയിൽ വീണ്ടും ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തൊഴിലുറപ്പ് തൊഴിലാളികൾ മസ്റ്റർ റോളിന് പുറമെയുള്ള ജോലികൾ ചെയ്യാൻ മെമ്പർ നിർബന്ധിക്കുന്നുവെന്നും അനുസരിക്കാത്തവർക്ക് തൊഴിൽ നിഷേധിക്കുന്നുവെന്നുമാണ് പരാതി. 22ഓളം പേരാണ് 2 ആഴ്ചയായി ജോലി ചെയ്യാനാവാതെ പുറത്തു നിൽക്കുന്നത്. പിറവന്തൂരിലെ വാർഡ് മെമ്പർ ഗീതാമണിക്കെതിരെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മസ്റ്റർ റോളിൽ ഉൾപ്പെടാത്ത റോഡ്, ക്ഷേത്രക്കുളം, അംഗൻവാടി എന്നിവിടങ്ങളിൽ പണിയെടുപ്പിച്ചത് കൂടാതെ മെമ്പറുടെ വീട് ശുചിയാക്കാൻ ആവശ്യപ്പെട്ടതായും തൊഴിലാളികൾ ആരോപിച്ചു. ഇവിടെ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെയും കൊണ്ട് റോഡ് വൃത്തിയാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി. രാവിലെ തൊട്ട് പെരും വെയിലത്ത് ഉച്ചവരെ ഞങ്ങൾ പണിതു. പക്ഷേ പണിതിട്ട് മെമ്പറുടെ വീടിന്റെ ഭാഗം വൃത്തിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. 2 ദിവസവും നമ്മൾ പണിത് അങ്ങുവരെ എത്തിയില്ല. എല്ലാവരും ഈ വയ്യാത്ത അമ്മമാരെയും കൊണ്ട് ഈ പെരും വെയിലത്ത് ഞങ്ങൾ പണിയിച്ചതാ. അതിനൊരു വൈരാഗ്യം എന്നോടുണ്ട്. അത് എസ്റ്റിമേറ്റിലുള്ളതല്ല. പിന്നെ കാലാകാലങ്ങളിൽ ഞങ്ങളെയും കൊണ്ട് അമ്പലക്കുളം വൃത്തിയാക്കിക്കും. അത് അവർ സ്വാർത്ഥ താല്പര്യത്തിന് ചെയ്യുന്നതല്ല. അതുകൊണ്ട് എസ്റ്റിമേറ്റിലുള്ളതല്ല. മെമ്പർ പറയുന്നത് കേൾക്കാത്തത് മൂലം കഴിഞ്ഞ 14 ദിവസമായി 22ഓളം പേർക്ക് ജോലിയില്ല. ജോലിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി 5 ദിവസമായി പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയിട്ടും പാസാക്കി നൽകാത്തതിനാലാണ് പ്രതിഷേധം ശക്തമാക്കിയത്. വിഷയമായപ്പോ ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ അറിയാതെ ഇവിടെ ഒരു ധാരണയിൽ അവരെല്ലാവരോടും ഒരു ധാരണ എത്തി. പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി ഒരു എസ്റ്റിമേറ്റ് അടിച്ചു വെച്ചേച്ച് ഞങ്ങൾ ആ പണിതുകൊണ്ടിരിക്കുന്ന തോട്, അവർ തച്ചക്കുളംകാർ പണിതുകൊണ്ടിരിക്കുന്ന തോടിന്റെ കൂടെ ഞങ്ങളും കൂടെ പോയി ചെയ്തോളാൻ. മെമ്പർ, എഞ്ചിനീയർ, പ്രസിഡന്റ്, ഇപ്പൊ ഈ സെക്രട്ടറി എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പുതിയ എസ്റ്റിമേറ്റ് അനുവദിച്ച് നൽകാതെ മറ്റൊരു ഗ്രൂപ്പിന്റെ കൂടെ ജോലി ചെയ്യാനാണ് സെക്രട്ടറി നിർദ്ദേശിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ജോലി ചെയ്യുവാൻ കഴിയില്ലെന്നും സ്വന്തമായി എസ്റ്റിമേറ്റ് അനുവദിച്ച് നൽകണമെന്നും ആവശ്യപ്പെട്ട് കൊടുത്ത അപേക്ഷ ചവറ്റുകുട്ടയിൽ നിന്നാണ് ലഭിച്ചതെന്നും തൊഴിലാളികൾ പറയുന്നു. വാർഡ് മെമ്പർ തൊഴിലാളികളോട് കാട്ടുന്ന ധാർഷ്ട്യം അവസാനിപ്പിക്കണമെന്നും പുതിയ തൊഴിൽ ദിനം അനുവദിച്ചു നൽകണമെന്നും ഇല്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നുമാണ് തൊഴിലാളികൾ പറയുന്നത്. അതേസമയം തൊഴിലാളികളുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വാർഡ് മെമ്പർ ഗീതാമണി പ്രതികരിച്ചു. ന്യൂസ് 18 പുനലൂർ. കൊട്ടാരക്കര പെരിങ്കുളം ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ
മതിൽക്കെട്ടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് വീണിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. കുട്ടികൾക്ക് കൈ കഴുകാൻ പൈപ്പുകൾ സ്ഥാപിച്ച സ്ഥലത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് റോഡിലേക്ക് വീണത്. അപകട സാധ്യത നിലനിൽക്കുമ്പോഴും പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി എടുക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊട്ടാരക്കര പെരുങ്കുളത്തുള്ള WLP സ്കൂളിലാണ് നമ്മളുള്ളത്. ഏകദേശം 40 വർഷം പഴക്കമുള്ള സ്കൂളാണ്. പ്രീ പ്രൈമറി സ്കൂളാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുരുന്നുകൾ ഉച്ചഭക്ഷണം കഴിഞ്ഞും അല്ലാതെയൊക്കെ വന്ന് കൈ കഴുകുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം ചുറ്റുമതിലിനോട് കെട്ടിയ ഒരു സ്ഥലമാണ്. ഇതാണ് ഇപ്പോൾ ഇടിഞ്ഞ് താണിരിക്കുന്നത്. വലിയൊരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നവരും അടക്കം ഇവിടെ പാത്രം ഒക്കെ കഴുകുന്ന ഒരു പ്രധാന സ്ഥലവും കൂടിയാണ്. കിണറും തൊട്ടടുത്താണ്. വലിയൊരു താഴ്ചയിലേക്ക് ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും വലിയൊരു അപകടത്തിലേക്ക് നീങ്ങും. നിരവധി തവണ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി സമീപത്തെ പഞ്ചായത്തിലെല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇത് കെട്ടി നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടവർ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടപടിയൊന്നും തന്നെ അങ്ങോട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരടക്കം പറയുന്നത്. നമുക്ക് ചോദിച്ചറിയാം എന്താണെന്നുള്ളത്. ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സമീപിച്ചിരുന്നു. പഞ്ചായത്തിനെ 2 പ്രാവശ്യം സ്കൂളിൽ നിന്ന് HM സമീപിച്ചിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം സമീപിച്ചപ്പോഴും അവരിൽ നിന്നും യാതൊരു വിധമായ സമീപനവും നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം ഇടിഞ്ഞു വീണതിന് ശേഷം പഞ്ചായത്ത് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ വന്നതിന് ശേഷം 10,000 രൂപ നൽകാമെന്ന് പറഞ്ഞു. ഇത് കണ്ടാൽ മനസ്സിലാവും 10,000 രൂപയ്ക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവരുടെ ഇടപെടൽ ഈ പരാതി നൽകിയ സമയത്തുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇങ്ങനൊരു അപകടം ഉണ്ടാകത്തില്ലായിരുന്നു. വെറും പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രം പഠിക്കുന്ന ഈ സ്കൂളിൽ ഇനി ഇതിൻ്റെ ബാലൻസ് ഭാഗവും കൂടി അടർന്ന് വീഴുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതൊരു കൈ കഴുകാനുള്ള ഒരു സംവിധാനം ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ നിരുത്തരവാദിത്വപരമായ ഒരു സമീപനമാണ് ഇങ്ങനൊരു രീതിയിലേക്ക് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഒരു ആശങ്കയിലാണല്ലോ. ആശങ്കയിലാണ്. ഇവിടുത്തെ പൊതുപ്രവർത്തകരായാലും PT ആയാലും സ്കൂളിലെ അധ്യാപകർ അനധ്യാപകരെല്ലാം ആശങ്കയിലാണ്. കാരണം ഇത് വീണ്ടും ഒരു മഴ പെയ്താൽ ഇനി ഇത് അടുത്ത ഭാഗം ഉൾപ്പെടെ ഇവിടെ തന്നെ ഇളകിയിരിക്കുകയാണ്. ഇത് ഇടിഞ്ഞു വീഴും എന്നുള്ള രീതിയിലാണുള്ളത്. ശരിക്കും വലിയൊരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രീ പ്രൈമറി സ്കൂളാണ്. പരിമിതമായ സാഹചര്യത്തിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ PTA ഫണ്ടും വളരെ പരിമിതമാണ്. പക്ഷേ അടിയന്തരമായി നല്ലൊരു ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ സംരക്ഷണമായിട്ട് ഈ മതിലടക്കം കെട്ടി ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഈ അപകട ഭീഷണി ഉടൻ തന്നെ മാറ്റണം. ഇവിടുത്തെ ആശങ്ക പരിഹരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി പാമ്പാടുംപാറയിൽ സ്മാർട്ട് അംഗനവാടിക്കായി പൊളിച്ച കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ചില്ല. വിവിധ അംഗനവാടികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങളിലാണ്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല. പാമ്പാടുംപാറ പഞ്ചായത്തിലെ 2ാം വാർഡിൽ 2 അംഗനവാടികളും 7, 8 വാർഡുകളിൽ ഓരോന്നുമാണ് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. 3 വർഷം മുൻപാണ് സ്മാർട്ട് അംഗനവാടികളായി നവീകരിക്കുമെന്ന പ്രഖ്യാപനത്തോടെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. ജനാലകളും വാതിലുകളും അടക്കമുള്ള വിവിധ വസ്തുക്കൾ ലേലം ചെയ്യപ്പെടുകയും ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം ഉൾപ്പെടുത്തി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല. നിലവിൽ 4,000-ലധികം രൂപ വാടക നൽകിയാണ് അംഗനവാടികൾ പ്രവർത്തിക്കുന്നത്. 3ാം വാർഡിലെ മറ്റൊരു അംഗനവാടിയുടെ നിർമ്മാണം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണെങ്കിലും എങ്ങും എത്തിയിട്ടില്ല. അതുപോലെ തന്നെ 4-5ഓളം അംഗനവാടിക്ക് ഫിറ്റ്നസ് ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് വീടുകൾ വാടകയ്ക്കെടുത്തും അല്ലെങ്കിൽ മറ്റു മുറികൾ വാടകയ്ക്കെടുത്താണ് ഇപ്പോൾ അംഗനവാടികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സമയബന്ധിതമായി യാതൊരുവിധ ഇച്ഛാശക്തി ഇല്ലാതെ ഈ പഞ്ചായത്ത് ഭരണസമിതി 4 അംഗനവാടികൾ പൊളിച്ചു മാറ്റുകയും അതുപോലെ തന്നെ ആദിയാർപുരം കമ്മ്യൂണിറ്റി ഹാള് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി ഹാള് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 30 ലക്ഷം രൂപ ഫണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബിൽഡിങ്ങും പൊളിച്ച് ഇട്ടതിന് ശേഷം അതിന്റെ യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടത്തുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അംഗനവാടികൾക്ക് പുറമെ ആദിയാർപുരം SC കോളനിയിലെ കമ്മ്യൂണിറ്റി ഹാളും പുനർനിർമ്മിക്കുന്നതിനായി പൊളിച്ചിട്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ഹാളിന്റെയും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും കൗതുകവും ഉണർത്തി ശാസ്ത്രമേള സംഘടിപ്പിച്ച് ശ്രീ ചിത്തിര തിരുനാൾ റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ. സ്പെക്ട്ര 2025 എന്ന പേരിൽ നടത്തിയ ശാസ്ത്രമേളയിൽ തലസ്ഥാന ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പങ്കാളികളായി. സ്പെക്ട്രയിലെ ഭക്ഷണമേളയിൽ നിന്ന് സമാഹരിച്ച തുക കുട്ടികൾ അവശ്യരോഗികളുടെ ചികിത്സയ്ക്കായി കൈമാറും. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുമാണ് സ്കൂൾ സ്പെക്ട്ര 2025 വേദിയൊരുക്കിയത്. ഊർജ്ജതന്ത്രം, രസതന്ത്രം, ചരിത്രം, ഗണിതശാസ്ത്രം, മലയാള ഭാഷ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളായാണ് വിദ്യാർത്ഥികൾ മത്സരത്തിനായി എത്തിയത്.
പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടതും അല്ലാത്തതുമായ നിരവധി പ്രോജക്റ്റുകൾ കുട്ടികൾ ശാസ്ത്രമേളയിലൂടെ പരിചയപ്പെടുത്തി. ഇത് കുട്ടികൾ തന്നെ നിർമ്മിച്ച അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ പരിചയം, അവരുടെ ആർട്ട്, ഇതെല്ലാ സ്കില്ലും ഉൾപ്പെടെ ഉള്ളതും, അതുപോലെ അഗ്രികൾച്ചറിനും അതുപോലെ വ്യവസായത്തിനും അവരുടെ സാങ്കേതിക മികവിനും അവരുടെ സംഘടനാ പാഠവത്തിനും ഒക്കെ ഊന്നൽ നൽകിക്കൊണ്ട് കാണിക്കുന്ന ഒരു എക്സിബിഷനാണ്. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ ആ നിലവാരത്തിൽ, 12ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ആ നിലവാരത്തിൽ അങ്ങനെ അവർക്ക് പ്രോജക്റ്റുകളായിട്ട് കൊടുക്കുകയും അവരുടെ ക്രിയേറ്റിവിറ്റി ഇവിടെ സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നടത്തുന്ന എക്സിബിഷനാണ്. ഓട്ടക്കാലണം മുതൽ അടുത്തിടെ നിരോധിച്ച 1000 രൂപ നോട്ട് വരെയും ഗ്രാമഫോൺ മുതൽ പെൻഡ്രൈവ് വരെയും പ്രദർശനത്തിന്റെ ഭാഗമായി. കാർഷിക മേഖലയിലെ വിത്തറിവിനെക്കുറിച്ചും ആധുനിക കൃഷി രീതിയെക്കുറിച്ചും പ്രത്യേക സ്റ്റാളുകൾ ഒരുക്കിയത് വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി. ജന്തുശാസ്ത്ര ലോകത്തെ കൗതുകങ്ങളും വിവിധ പക്ഷികളുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചുമുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്ന സ്റ്റാളുകളും സ്പെക്ട്രയുടെ ഭാഗമായി. കാരക്കോണം CSI മെഡിക്കൽ കോളേജ്, ശിവജി എഞ്ചിനീയറിംഗ് കോളേജ്, ഡോക്ടർ വസുന്ധരാസ് നാച്ചുറൽപതി, നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, AMAS ശാസ്ത്ര ഭവൻ പട്ടം, പഞ്ചകർമ്മ ഗവൺമെന്റ് ആയുർവേദ കോളേജ്, കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നിവിടങ്ങളിൽ നിന്നും ഒരുക്കിയ വ്യത്യസ്ത സ്റ്റാളുകൾ ശാസ്ത്രമേളയ്ക്ക് പുത്തൻ അനുഭവങ്ങൾ പകർന്നു. ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് നടന്ന ഫുഡ് ഫെസ്റ്റിവലിൽ നിന്ന് വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക ആരോഗ്യമേഖലയിൽ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൈമാറും. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ലൈബ്രറിയുടെ പ്രവർത്തനം നഗരസഭാ ലൈബ്രറിയിൽ ആരംഭിച്ചു. മാറുന്ന കാലത്തിനൊപ്പം വായനാ രീതികളും ഡിജിറ്റലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറി നഗരസഭ യാഥാർത്ഥ്യമാക്കിയത്. സാഹിത്യം, കല, പഠനം തുടങ്ങിയ വിവിധ മേഖലകളിലെ 2000-ഓളം പുസ്തകങ്ങളാണ് ഡിജിറ്റൽ ലൈബ്രറിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഒഴിച്ചുകൂടാനാകാത്ത സാംസ്കാരിക ഇടങ്ങളാണ് ഗ്രന്ഥശാലകൾ. മാറുന്ന കാലത്ത് വായനയ്ക്കൊപ്പം ലൈബ്രറികളും മാറുകയാണ്. തിരക്കുപിടിച്ച ജീവിതത്തിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളിലാണ് പലരും വായനയ്ക്കായി ലൈബ്രറികളിൽ എത്തുന്നത്. വായനക്കാർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞു നടക്കാതെ തന്നെ നഗരസഭയുടെ ലൈബ്രറിയിൽ നിന്ന് ലഭിക്കുമെന്നതാണ് പ്രത്യേകത. സാധാരണ ഒരു ട്രഡീഷണൽ ലൈബ്രറി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് സമയപരിധി നഷ്ടപ്പെടും. ചിലപ്പം നമുക്ക് ലൈബ്രറീൻ്റെ അടുത്ത് നമ്മൾ അന്വേഷിക്കണം, ഇന്ന ബുക്ക് എവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരഞ്ഞു നടന്ന് നമ്മൾ ചിലപ്പോൾ സമയം ചിലവായി പോകും. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ട ബുക്ക് ഏത് ഓതറിൻ്റെയാണ്, ഏത് സബ്ജക്റ്റാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ സ്വയം തിരഞ്ഞെടുത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൈക്കുള്ളിൽ തന്നെ വിവരങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ ഡിജിറ്റൽ ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാഹിത്യം, കല, പഠനം എന്നിങ്ങനെ വിവിധ മേഖലകളിലായി 2000-ലധികം പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ ഉള്ളത്. ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും കഴിയും. ലൈബ്രറിയിൽ നിന്ന് ലഭിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് ലൈബ്രറിയിൽ ലോഗിൻ ചെയ്യേണ്ടത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിവസവും നഗരസഭയുടെ ലൈബ്രറിയിൽ വായനയ്ക്കായി എത്തുന്നത്. അടുത്ത ഘട്ടമായി ഓൺലൈൻ വായനാ സൗകര്യവും ഉറപ്പാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. 109 വർഷമായി കത്തിയെരിയുന്ന നഗരം ജാർഖണ്ഡിലെ ഝരിയ. ഭൂമിക്ക് ഒരിക്കലും ചൂടാറാത്ത ഝരിയയെക്കുറിച്ച് കാണാം നിങ്ങൾക്കറിയാമോ എന്ന സെഗ്മെന്റിലൂടെ. നിങ്ങൾക്കറിയാമോ, ഭൂമിക്കൊരിക്കലും ചൂടാറാത്ത ഒരിടമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ഒരു കാലത്ത് ഊർജം പകർന്ന മണ്ണാണ് ജാർഖണ്ഡിലെ ഝരിയ. ലോകോത്തര നിലവാരത്തിലുള്ള കോക്കിംഗ് കോളിന്റെ പേരിൽ പ്രശസ്തമായിരുന്ന ഈ ചെറിയ പട്ടണം ഇന്ന് ഭൂഗർഭ നരകമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 109 വർഷത്തിലേറെയായി അടങ്ങാത്ത ഒരു ദുരന്തത്തിന്റെ കനലിരിയുകയാണ് ഇവിടെ. മണ്ണിനടിയിലെ കൽക്കരി നിക്ഷേപങ്ങളിൽ ആളിക്കത്തുന്ന തീ വിഷപ്പുകയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ഉരുക്ക് വ്യവസായത്തിന് ഊർജം നൽകിയിരുന്ന ഈ പ്രകൃതി വിഭവം തന്നെയാണ് ഇന്ന് ഝരിയയുടെ ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിലേറെയായി തുടരുന്ന ഈ തീപിടുത്തം ഈ പ്രദേശത്തെ എക്കാലവും പുകയിലും ചാരത്തിലും ആഴ്ത്തിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ അഗ്നിബാധയല്ല, മറിച്ച് ഇതൊരു ഭൂഗർഭ ദുരന്തമാണ്. കാലങ്ങളായുള്ള മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെയും അശാസ്ത്രീയമായ ഖനനത്തിന്റെയും പരിണിത ഫലം. ഒരു നഗരം മുഴുവൻ എങ്ങനെയാണ് പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഝരിയയുടെ കഥ
വികസനത്തിന്റെയും പാരിസ്ഥിതിക നിസ്സംഗതയുടെയും ഭീകരമായ വിലയുടെ ഓർമ്മപ്പെടുത്തലാണ്. 1916 ഝരിയയിലെ കൽക്കരി ഖനികളിലെ ഭൂഗർഭ തീപിടുത്തം ആരംഭിച്ചത് എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുണ്ടായിട്ടും ഈ തീ ഇന്നും ആളിക്കത്തുന്നു. ഇതൊരു പ്രകൃതി ദുരന്തമായിരുന്നില്ല, മറിച്ച് മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. കൽക്കരി ഖനനം ചെയ്യുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഖനനത്തിന് ശേഷം വരുന്ന വലിയ അറകൾ മണ്ണും ചാരവും ഉപയോഗിച്ച് സുരക്ഷിതമായി അടയ്ക്കണം. എന്നാൽ ലാഭം മാത്രം ലക്ഷ്യമിട്ട് അക്കാലത്ത് നടന്ന അശാസ്ത്രീയമായ ഖനനം പലപ്പോഴും ഈ സുരക്ഷാ മുൻകരുതലുകൾക്ക് വില കൽപ്പിച്ചിരുന്നില്ല. കൽക്കരിപ്പാളികൾ തുറന്നിടുകയോ കൃത്യമായി അടയ്ക്കാതിരിക്കുകയോ ചെയ്തപ്പോൾ അന്തരീക്ഷ വായുവിന് ഖനിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. കൽക്കരിയുടെ ഓക്സീകരണം ഖനിക്കുള്ളിലെ കൽക്കരി അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിലായപ്പോൾ പതിയെ ഓക്സീകരിക്കപ്പെടാൻ തുടങ്ങും. ഈ രാസപ്രവർത്തനത്തിന്റെ ഫലമായി താപം പുറത്തുവിടുന്നു. ആവശ്യത്തിന് വായുവും താപവും ലഭിക്കുമ്പോൾ ഈ കൽക്കരിപ്പൊടി സ്വയം ജ്വലിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ചെറിയ തീപ്പൊരിയായി തുടങ്ങിയത് ഭൂമിക്കടിയിലെ വിശാലമായ കൽക്കരിപ്പാളികളിലേക്ക് വേഗത്തിൽ പടർന്നു. ഇന്ത്യൻ ഉരുക്ക് വ്യവസായത്തിന്റെ നട്ടെല്ലായിരുന്ന കോക്കിംഗ് കോളിന്റെ ഏറ്റവും വലിയ ശേഖരമാണ് ഝരിയയിലുള്ളത്. ഈ കൽക്കരിക്ക് ഉയർന്ന കാർബൺ കണ്ടന്റ് ഉണ്ട്. ഇത് തീവ്രമായ ചൂടിൽ വളരെ കാലം കത്താൻ കഴിവുള്ളതാണ്. ഇത് തീ അണയ്ക്കുന്നതിനെ കൂടുതൽ ദുഷ്കരമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കൽക്കരി ഖനിയിലെ തീപിടുത്തം അണയ്ക്കുക എന്നത് അഗ്നിശമന സേനയുടെ ലളിതമായ ജോലിയല്ല. ഭൂമിക്കടിയിലെ തീപിടുത്തം ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന തീയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന കൽക്കരി പൊടിയിൽ നിന്ന് അതിതീവ്രമായ ചൂടാണ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പ്രവഹിക്കുന്നത്. പല പ്രദേശങ്ങളിലും ഭൂമിയിൽ സ്പർശിക്കാൻ പോലും കഴിയാത്തത്ര ഉയർന്ന താപനില അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിലും അപകടകരമാണ് ഈ പ്രക്രിയയിലൂടെ പുറത്തുവരുന്ന വിഷവാതകങ്ങൾ. നിറവും മണവുമില്ലാത്തതും ശ്വസിച്ചാൽ മരണത്തിന് വരെ കാരണമാകുന്നതുമായ കാർബൺ മോണോക്സൈഡ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വഴിവെക്കുകയും ആസിഡ് മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്ന സൾഫർ ഡയോക്സൈഡ്, കൂടാതെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രധാന ഘടകങ്ങളായ നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവ ഈ പുകയിലുണ്ട്. തീയുടെ ചൂടിൽ കൽക്കരി കത്തുമ്പോൾ അത് വലിയ ഭൂഗർഭ അറകൾ സൃഷ്ടിക്കുന്നു. ഈ അറകൾക്ക് മുകളിലുള്ള മണ്ണും പാറയും ക്രമേണ ദുർബലമാവുകയും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് താഴുകയും ചെയ്യാം. റോഡുകളും കെട്ടിടങ്ങളും വീടുകളും അടക്കം ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന കാഴ്ചകൾ ഝരിയയിൽ സാധാരണമാണ്. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ ഇടിഞ്ഞു താഴുകയോ വിള്ളലുകൾ വീണ് വാസയോഗ്യമല്ലാതാവുകയോ ചെയ്തിട്ടുണ്ട്. ഝരിയയിലെ സ്ഥിതി സവിശേഷമാണെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കൽക്കരി ഖനികളിലെ തീപിടുത്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുഎസിലെ സെൻട്രേലിയ, പെൻസിൽവാനിയ ഇതിനൊരു ഉദാഹരണമാണ്. അവിടെ 1962 ആരംഭിച്ച ഭൂഗർഭ തീ ഇന്നും കത്തുന്നുണ്ട്. ഈ പട്ടണത്തിലെ ഭൂരിഭാഗം ആളുകളെയും മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. ഇന്ന് അതൊരു പ്രേത നഗരമാണ്. ചൈനയിലെ ഷാൻസി, മംഗോളിയ തുടങ്ങിയ സ്ഥലങ്ങളിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ 109 വർഷം തുടർച്ചയായി ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശത്ത് തീ കത്തുന്നത് ഝരിയയെ ഒരു ലോക ദുരന്തമായി അടയാളപ്പെടുത്തുന്നു. ഒരു നൂറ്റാണ്ടായി തുടരുന്ന ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ ഝരിയയിലെ സാധാരണ ജനങ്ങളാണ്. പതിറ്റാണ്ടുകളായി വിഷവാതകങ്ങൾ ശ്വസിക്കുന്നതിന്റെ ഫലമായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ശ്വസന സംബന്ധമായ അസുഖങ്ങൾ അത് കൂടുതലാണ്. ശ്വാസം മുട്ടൽ, ബ്രോങ്കൈറ്റിസ്, ത്വക്കുരോഗങ്ങൾ കൂടാതെ ശ്വാസകോശ അർബുദം എന്നിവ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭൂഗർഭത്തിലെ ചൂട് ഉപരിതലത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ വേനൽക്കാലത്ത് ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു. ഇടിഞ്ഞു താഴുന്ന ഭീഷണികൾക്കിടയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. കൽക്കരി ഖനനത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ഭൂരിഭാഗം പേരുടെയും ജീവിതമാർഗം. വീടുകൾ ഉപേക്ഷിച്ചു പോകാൻ സർക്കാർ ആവശ്യപ്പെടുമ്പോഴും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അവരെ ഈ അപകട മേഖലയിൽ തന്നെ തളച്ചിട്ടുണ്ട്. ജീവിതമാർഗം ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷി പലർക്കുമില്ല. നിരവധി കുടുംബങ്ങൾക്ക് അവരുടെ തലമുറകളായി കൈമാറി വന്ന വീടുകളും ഭൂമിയും നഷ്ടപ്പെട്ടു. ഭൂമി ഇടിഞ്ഞതിനെ തുടർന്ന് തകർന്ന വീടുകളുടെ കഥകൾ ഝരിയയിൽ സാധാരണമാണ്. ഈ ദുരിതബാധിതർക്ക് പുനരധിവാസം ഒരു അവകാശമായി മാറുമ്പോൾ അതിന്റെ വേഗതയും ഗുണമേന്മയും പലപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. തീ അണയ്ക്കാനും ജനങ്ങളെ പുനരധിവസിപ്പിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഖനന കമ്പനിയായ ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഫലം പരിമിതമായിരുന്നു. കൽക്കരി ഖനിയിലെ ജ്വലിക്കുന്ന തീ അണയ്ക്കുന്നതിനുള്ള പ്രധാന ശ്രമങ്ങൾ 3 രീതിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കത്തുന്ന കൽക്കരി പൂർണ്ണമായും ഖനനം ചെയ്ത് നീക്കം ചെയ്യുക എന്നതാണ് ഒരു മാർഗം. ഇത് ചെലവേറിയതും അപകടകരവുമാണ്. കൂടാതെ തീയുടെ വ്യാപനം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതായി തീയിലേക്ക് വായുവിന്റെ, അതായത് ഓക്സിജന്റെ പ്രവാഹം തടയുന്ന നിർജീവമാക്കൽ രീതി ഉപയോഗിക്കുന്നു.
ഇതിനായി മണ്ണ്, ചാരം, സിമന്റ്, സ്ലറി തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് ഖനി അറകൾ അടയ്ക്കുന്നു. മൂന്നാമത്തെ മാർഗം കൂളിംഗ് ആണ്. ഇതിലൂടെ വെള്ളം പമ്പ് ചെയ്ത് ചൂട് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും തീയുടെ വലിയ വ്യാപ്തിയും ആഴവും കാരണം ഈ ശ്രമങ്ങളൊന്നും ഇതുവരെ പൂർണ്ണമായി വിജയം കണ്ടിട്ടില്ല. ചിലയിടങ്ങളിൽ തീയണയ്ക്കാൻ സാധിച്ചെങ്കിലും സമീപ പ്രദേശങ്ങളിലേക്ക് അത് വീണ്ടും പടരുകയായിരുന്നു. ചരിയയിലെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2009 ചരിയ പുനരധിവാസ വികസന പദ്ധതി ആരംഭിച്ചു. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ പദ്ധതി. എങ്കിലും ഈ പദ്ധതിയുടെ നടത്തിപ്പ് പഴിയും കാലതാമസവും നേരിട്ടു. പുനരധിവാസത്തിനായി നിർമ്മിച്ച വീടുകളുടെ ഗുണനിലവാരം, ജനങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം, പുതിയ സ്ഥലങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവയെല്ലാം വലിയ തർക്കങ്ങൾക്ക് കാരണമായി. പലരും അപകടകരമായ പഴയ സ്ഥലങ്ങൾ വിട്ടുപോകാൻ വിസമ്മതിച്ചു. കാരണം പുതിയ സ്ഥലങ്ങളിൽ തൊഴിലവസരങ്ങളോ സാമൂഹിക ബന്ധങ്ങളോ ഇല്ലായിരുന്നു. പുനരധിവാസം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട സമയപരിധി പലതവണ നീട്ടേണ്ടി വന്നു. ഇന്നും അത് പൂർണ്ണമായും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ചരിയ ഒരു നഗരം എന്നതിലുപരി പരിസ്ഥിതിയെയും മനുഷ്യന്റെ ജീവനെയും അവഗണിച്ചുള്ള വികസനത്തിന്റെ കറുത്ത ഒരു ഓർമ്മപ്പെടുത്തലാണ്. കൽക്കരി ഉൽപാദനത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് കൽക്കരി ഖനനം വരുത്തിവെക്കുന്ന സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വലിയ പാഠമാണിത്. നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനിടയിൽ നാം ഭൂമിയോട് എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ ഭീകരമായ ചിത്രമാണ് ചരിയ നൽകുന്നത്. അവിടെ പുകയുന്നത് കൽക്കരി മാത്രമല്ല, അവിടുത്തെ ജനതയുടെ ആരോഗ്യം, പ്രതീക്ഷകൾ, ഭാവി എന്നിവ കൂടിയാണ്. പുനരധിവാസ പദ്ധതികൾക്ക് വേഗത നൽകുകയും അവകാശപ്പെട്ട ജീവിതം ജനങ്ങൾക്ക് ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് സർക്കാരിന്റെ ധാർമ്മികമായ ബാധ്യതയാണ്. ഭൂമിയുടെ ചൂടാറൽ തടയാൻ ലോകം പരിശ്രമിക്കുമ്പോൾ സ്വന്തം മണ്ണിൽ നൂറ്റാണ്ടായി കത്തിയെരിയുന്ന ഈ തീയണയ്ക്കാൻ ഇന്ത്യക്ക് കഴിയണം. ചരിയയുടെ ദുരന്തം സുസ്ഥിരമായ ഖനന രീതികളും പരിസ്ഥിതി സൗഹാർദ്ദപരമായ വികസനവും നടപ്പിലാക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത വിളിച്ചോതുന്നു. തീർച്ചയായും ചരിയയിലെ പുനരധിവാസ പദ്ധതികളെക്കുറിച്ചും തീ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ചരിയയിലെ ഭൂഗർഭ തീപിടുത്തം കാരണം അപകട മേഖലയിൽ താമസിക്കുന്നവരെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സുപ്രധാന പദ്ധതിയാണ് ചരിയ പുനരധിവാസ വികസന പദ്ധതി. 2009 ആരംഭിച്ച ഈ പദ്ധതിയുടെ ചുമതല ചരിയ റീഹാബിലിറ്റേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ്. തീപിടുത്തം, ഭൂമി ഇടിഞ്ഞുതാഴൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള അപകട മേഖലകൾ നിർണ്ണയിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. ഈ പ്രദേശങ്ങളിലെ താമസക്കാരെയും അനധികൃത കയ്യേറ്റക്കാരെയും കണ്ടെത്തി സുരക്ഷിതമായ ബൽഗരിയ പോലെയുള്ള പുതിയ ടൗൺഷിപ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ഈ പുതിയ താമസ സ്ഥലങ്ങളിൽ റോഡ്, വെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും വേണം. അവസാനമായി തീ അണയ്ക്കാനും നിയന്ത്രിക്കാനും ശാശ്വത പരിഹാര നടപടികൾ കണ്ടെത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും JRDP ലക്ഷ്യമിട്ട വേഗതയിൽ പുരോഗമിക്കാത്തതിന് പിന്നിൽ നിരവധി വെല്ലുവിളികളുണ്ട്. തലമുറകളായി ജീവിച്ചു പോന്ന പ്രദേശം വിട്ടുപോകുമ്പോൾ വീടുകൾ മാത്രമല്ല, സാമൂഹിക ബന്ധങ്ങളും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെടുന്നു എന്നതിനാൽ സ്ഥലത്തോടുള്ള വൈകാരിക ബന്ധം പല കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കലിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. കൂടാതെ ചരിയയിലെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം അനൗപചാരിക കൽക്കരി വ്യാപാരത്തെയും അല്ലെങ്കിൽ അതുപോലെ ഖനനത്തെയും ആശ്രയിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് ഉപജീവന പ്രശ്നങ്ങൾ ഒരു പ്രധാന വെല്ലുവിളിയാണ്. പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ ഈ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. മാറ്റിപ്പാർപ്പിക്കൽ നടന്ന പുതിയ താമസ സ്ഥലങ്ങളായ ബൽഗരിയ പോലെയുള്ള പ്രദേശങ്ങളിൽ വേണ്ടത്ര തൊഴിലവസരങ്ങളോ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളോ ലഭ്യമല്ല എന്ന പരാതികളും വ്യാപകമാണ്. യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തുക, അനധികൃത കയ്യേറ്റക്കാരെ വേർതിരിക്കുക, നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിലുള്ള തർക്കങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പരാതികളും നിയമപ്രശ്നങ്ങളും പദ്ധതിയുടെ വേഗത കുറയ്ക്കുന്നു. ഇതിനെല്ലാം ഉപരി പുനരധിവാസ പ്രക്രിയ തുടങ്ങിയിട്ട് തീയുടെ വ്യാപനം പലപ്പോഴും പുതിയ സ്ഥലങ്ങളെയും അപകട മേഖലകളാക്കി മാറ്റുന്നു. അതിനാൽ JRDP പോലെയുള്ള പദ്ധതികൾ വൻകിട എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളെക്കാൾ വലിയ സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇത് വെറും കെട്ടിടങ്ങൾ മാറ്റിസ്ഥാപിക്കൽ പ്രക്രിയയല്ല, മറിച്ച് ഒരു ജനതയുടെ ജീവിത രീതി മാറ്റുന്ന പ്രക്രിയയാണ്. ഒരു നൂറ്റാണ്ടായി കത്തുന്ന ചരിയയിലെ തീയണയ്ക്കാൻ BCCL-ഉം മറ്റ് ഏജൻസികളും വിവിധങ്ങളായ ആധുനികവും പരമ്പരാഗതവുമായ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചിട്ടുണ്ട്. ചരിയയിലെ തീപിടുത്തം വലിയൊരു പ്രദേശം വ്യാപിച്ചു കിടക്കുന്നതിനാലും തീയുടെ ആഴം പലയിടത്തും വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാലും ഒരൊറ്റ സാങ്കേതിക വിദ്യ മാത്രം ഉപയോഗിച്ച് ഇതിന് പരിഹാരം കാണാൻ കഴിയില്ല. നിലവിൽ വിവിധ രീതികളുടെ സംയോജിത ഉപയോഗമാണ് ഫലപ്രദമായ പരിഹാരത്തിനായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ചരിയയിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കേണ്ടത് സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്.
തിരുനാവായ മാമാങ്ക സ്മാരകമായി കണക്കാക്കുന്ന സർക്കാർ അടയാളപ്പെടുത്തിയ നിലപാട് തറ കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ നിരാശപ്പെടേണ്ടി വരും. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പ്രദേശത്തേക്ക് കടക്കാൻ കഴിയുകയില്ല. അവിടേക്കുള്ള ഗേറ്റ് മിക്കപ്പോഴും പൂട്ടിക്കിടക്കുകയാകും. റോഡിന് പുറത്ത് നിലപാട് തറ എന്ന ബോർഡ് കണ്ടും പൊളിഞ്ഞ മതിലിന് മുകളിലൂടെ കണ്ടും മടങ്ങേണ്ടി വരും. ന്യൂസ് 18 സംഘം അവിടെ സന്ദർശിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവെക്കുകയാണ് CV അനുമോദ്. കുംഭമേളയ്ക്ക് ഒരുങ്ങുകയാണ് തിരുനാവായ. അടുത്ത വർഷം ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ കുംഭമേള ഇവിടെ നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തിരുനാവായയെ സംബന്ധിച്ച് ചരിത്രാതീത കാലം മുതലേ ഏറെ പ്രധാനപ്പെട്ട ഒരിടമാണ്. പണ്ട് മാഘമാസത്തിലെ മകം നക്ഷത്രത്തിൽ നടന്ന മഹോത്സവമാണ് പിന്നീട് മാമാങ്കമായത്. അന്ന് അത് പുഴയെ ആരാധിക്കുന്ന, പുഴയെ പൂജിക്കുന്ന ചില ചടങ്ങുകളായിരുന്നു. പിന്നീട് അതിനൊപ്പം ആയോധന കലകൾ വന്നു. പിന്നീട് അതൊരു സ്ഥാനം നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് മാറി. പിന്നീടതൊരു ചോര ചരിത്രം നിറഞ്ഞ ദിവസങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി മാറി. എന്നാണെങ്കിലും കാലങ്ങൾക്കിപ്പുറം കുംഭമേള തിരുനാവായയിലേക്ക് എത്തുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് തിരുനാവായ പുണ്യം നിറഞ്ഞ ദിനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഓർമ്മകളാകും, അല്ലെങ്കിൽ അനുഭവമാകും നൽകുക. 8 വിഗ്രഹങ്ങൾ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയി 9ാമത്തെ പ്രതിഷ്ഠ എന്നുള്ളതിലാണ് നവാമുകുന്ദൻ. നവെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ 9 ആണല്ലോ. അങ്ങനെയാണ് നവാമുകുന്ദൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇന്ന് തിരുനാവായ എന്നാൽ പിതൃതർപ്പണത്തിൻ്റെ ഭൂമികയാണ്. തിരുനാവായയിലെ മഹാവിഷ്ണു ക്ഷേത്രം, പുഴയ്ക്ക് അക്കരെയുള്ള ബ്രഹ്മ മഹേശ്വര ക്ഷേത്രങ്ങൾ, അങ്ങനെ ത്രിമൂർത്തി സംഗമസ്ഥാനമായിട്ടാണ് ഈ പ്രദേശം വിശ്വാസികളെ സംബന്ധിച്ച് അറിയപ്പെടുന്നത്. നിളയ്ക്ക് ഇരുകരയിലുമായിട്ട് ത്രിമൂർത്തികൾ കുടികൊള്ളുന്ന, ത്രിമൂർത്തികളെ ആരാധിക്കുന്ന മറ്റൊരിടം എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ബലിതർപ്പണം ചെയ്യുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാൻ ഇത്രയും ഉത്തമമായ മറ്റൊരിടമില്ല എന്ന സങ്കല്പമാണുള്ളത്. പണ്ട് പരശുരാമൻ തൻ്റെ ബ്രഹ്മഹത്യ പാപം തീരുവാൻ ഇവിടെ എത്തി തർപ്പണം ചെയ്തു എന്നാണ് സങ്കല്പം. അങ്ങനെ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിശ്വാസങ്ങൾ തിരുനാവായയുമായി ബന്ധപ്പെട്ടുണ്ട്. മരിച്ചുപോയ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി പിതൃതർപ്പണം നടത്താൻ നാടിൻ്റെ നാനാഭാഗത്തുനിന്നും ആയിരക്കണക്കിന് ആളുകൾ നിത്യേന വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. രാവിലെ 5 മണി മുതൽ തുടങ്ങും. ക്ഷേത്രം അംഗീകരിക്കപ്പെട്ട 15 കർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. എന്നാൽ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് മുമ്പിലെത്തുമ്പോൾ പുഴ വടക്ക് നിന്ന് തെക്കോട്ടാണ് ഒഴുകുന്നത്. ഇവിടെ തിരുനാവായിലെത്തിയാൽ നമുക്ക് പ്രഭാതങ്ങളിൽ സൂര്യോദയവും കാണാം, വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയവും കാണാം. മാഘമാസത്തിലെ മകം നക്ഷത്രത്തിലെ ഉത്സവമാണ് മാമാങ്കമായത്. ആദ്യകാലങ്ങളിൽ അത് ആരാധനയുടേതായിരുന്നു, പൂജകളുടേതായിരുന്നു, ആഘോഷത്തിൻ്റേതായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീട് അതൊരു ഏറ്റുമുട്ടലിൻ്റേതായി മാറി. അധികാരത്തിനു വേണ്ടി സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റേതായി മാറി. ആ മാമാങ്കത്തിൻ്റെ ഒട്ടേറെ ശേഷിപ്പുകൾ തിരുനാവായിലുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പഴുക്കാമണ്ഡപം തിരുനാവായിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാമാങ്കത്തിൻ്റെ ശേഷിപ്പുകളിൽ ഒന്നാണ്. ഇവിടെ ഇരുന്നാണ് രാജാവും കുടുംബാംഗങ്ങളും മാമാങ്കം കണ്ടിരുന്നത് എന്നാണ് സങ്കല്പം. തിരുനാവായ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ചരിത്രവും ഏറെ പ്രധാനം. അതേപോലെ തന്നെ ഇതൊരു ചരിത്ര ഭൂമിയാണ്. മാമാങ്കത്തിൻ്റെ സകല ചരിത്രങ്ങളും ഇവിടാണ്. ഇപ്പം മാമാങ്കത്തിൻ്റെ 5 സ്മാരകങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. പഴുക്കാമണ്ഡപം മാത്രമല്ല, ഇതിന് കുറച്ചപ്പുറത്ത് നിലപാട് തറയും മണിക്കിണറും മരുന്നറയും അതുപോലെ തന്നെ ചങ്കമ്പള്ളി കളരിയുമൊക്കെ മാമാങ്കത്തിൻ്റെ ശേഷിപ്പാണ്. ഇതെല്ലാം തന്നെ ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും
ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന പോലെ ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. മാമാങ്കത്തിൻ്റെ സ്മാരകമായി ഇപ്പോൾ സംരക്ഷിച്ചിരിക്കുന്ന മണിക്കിണർ ആണിത്. ഇവിടെ നമുക്ക് കാണാം മണിക്കിണർ എന്ന ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷിത സ്മാരകമായി നിലനിർത്തിയതിൻ്റെ ബോർഡ് ഇവിടെ കാണാം. ഇതാണ് മണിക്കിണർ. ഇപ്പോൾ അത് കമ്പിയെല്ലാം ഇട്ട് സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ചരിത്രം മാമാങ്കത്തിൽ മരണപ്പെടുന്ന വള്ളുവനാട്ടിലെ ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്ന് പറയപ്പെടുന്നു. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. ഇതാണ് ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്ന ഐതിഹ്യം. ആളുകളൊക്കെ ഈ മാമാങ്കത്തിൽ പരിക്കേറ്റ ചാവേറുകളെ പടയാളികളെയൊക്കെ ജീവനോടെ ഇതിൽ കൊണ്ടുവന്ന് ഇടുകയായിരുന്നു എന്നൊക്കെയാണ് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ആളുകളെ ജീവനോടെ ചവിട്ടി താഴ്ത്തിയ ഒരിടമാണ് ഈ കാണുന്ന മണിക്കിണർ. ഈ മണിക്കിണറിൻ്റെ സ്ഥാനം ഇതല്ല എന്ന തരത്തിലുള്ള പല പ്രചരണങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ചരിത്രരേഖകൾ പ്രകാരം മണിക്കിണറായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തെയാണ്, ഇതിനെയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ, ചരിത്ര വിദ്യാർത്ഥികളൊക്കെ കാണേണ്ട, അറിയേണ്ട ഒരിടം കൂടിയാണ് ഈ മണിക്കിണർ. വോട്ട് കമ്പനിക്ക് ഉള്ളിലാണ് ഈ നിലപാട് തറ. അവിടേക്ക് വോട്ട് കമ്പനിക്ക് ഉള്ളിലൂടെ വേണം പോകുവാൻ. നമുക്ക് അവിടെ പോകാൻ പറ്റുമോ നോക്കാം. ഇത് തിരുനാവായ ക്ഷേത്രത്തിൽ നിന്നും തിരൂർ റോഡിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടുള്ള വാതിൽ ഇവിടെയാണ്, അത് അടഞ്ഞു കിടക്കുകയാണ്. സർക്കാർ സ്മാരകമായി പ്രഖ്യാപിച്ച ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥയാണ്. അവിടേക്ക് എത്തിച്ചേരാൻ ഒരു സഞ്ചാരി അല്ലെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എടുക്കേണ്ട കഷ്ടപ്പാടാണത്. ഇവിടെ നോക്കിയാൽ കാണാം, ദാ കാണുന്നതാണ് നിലപാട് തറ എന്ന് പറയാം. അവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. മാമാങ്കത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ബോർഡും അതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരാൾക്കത് കാണണമെങ്കിൽ ഒരു വഴിയുമില്ല. ഇതാണ് ചരിത്ര സ്മാരകങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഇടത്തെ അവസ്ഥ. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ കുംഭമേള തിരുനാവായിൽ നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്നാൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നേയുള്ളൂ. ആദ്യഘട്ടത്തിലെ ചർച്ചകൾ തന്നെ പുരോഗമിക്കുകയാണ്. ക്ഷേത്രം ഭാരവാഹികൾക്ക് അതേക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിലാകാം അത്തരം കാര്യങ്ങൾ വിശദമാവുക. ഇതുപോലുള്ളൊരു ത്രിമൂർത്തി സംഗമ സ്ഥാനം ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും പ്രസിദ്ധമാണല്ലോ. അതിൻ്റെ മുമ്പിൽ നവാമുദ്ദീൻ നോക്കി നിൽക്കുന്നതിൻ്റെ ഭാരതപ്പുഴയാണ്. അപ്പോൾ അത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രവും പ്രദേശവുമാണ് തിരുനാവായ. 2016 മുതൽ തന്നെ മാഘമാസത്തിലെ മകനക്ഷത്രത്തിൽ തിരുനാവായിൽ ഒട്ടേറെ പരിപാടികൾ നടക്കാറുണ്ട്, ഒട്ടേറെ ചടങ്ങുകൾ നടക്കാറുണ്ട്. അത് പുഴയുടെ പൂജയാവട്ടെ, ആരതി ഒഴിയുന്നതാകട്ടെ, സന്യാസി വര്യന്മാരെ കൊണ്ടുവന്നുള്ള ചടങ്ങുകളാകട്ടെ, അത്തരത്തിൽ മാമാങ്കത്തെ ഈ ചരിത്രത്തിലേക്ക്, ഇന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുംഭമേള കൂടി എത്തുന്നതോടെ നിളാനദി, തിരുനാവായ അതിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള ആ ദിവസങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാകും. നിളയുടെ തീരങ്ങൾ വീണ്ടും പൂജകളാലും വേദമന്ത്രങ്ങളാലും മുഖരിതമാകും. ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് സന്യാസി വര്യന്മാരും പണ്ഡിതന്മാരും ഇവിടേക്കെത്തും. കഴിഞ്ഞ വർഷം നടന്ന മഹാകുംഭമേളയെ അനുസ്മരിക്കുന്ന വിധം നിളയുടെ ഈ തീരവും കുംഭമേളയ്ക്ക് വേദിയാകും. അങ്ങനെ തിരുനാവായ വീണ്ടും ചരിത്രകാലങ്ങളിൽ എപ്രകാരമായിരുന്നോ അടയാളപ്പെടുത്തിയിരുന്നത് ആ കാലത്തിലേക്ക് തിരിച്ചു പോകും. എന്നാണെങ്കിലും നിളാനദി ഒഴുകുകയാണ്. ഓരോ നിമിഷവും മാറുന്ന നിള ഇനി ആ പഴയ കാലങ്ങളിലേക്ക്, ഭാരതത്തിൻ്റെ ചരിത്രങ്ങളിലേക്ക്, പൗരാണികതയിലേക്ക് തിരിച്ചൊഴുകുന്ന ഒരു സമയം അടുക്കുകയാണ്. തിരുനാവായിൽ നിന്നും ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം
CV അനുമോദ്, ന്യൂസ് 18. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. ഇന്ന് ഞങ്ങളുടെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ ചിത്ര ചേച്ചിയുടെ മകളായ സുചിത്രയുടെ ജന്മദിനമാണ്. അച്ഛൻ സുജിയും അമ്മ ചിത്രയുമാണ് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. സുചിത്രയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആലപ്പുഴ പുറക്കാട് സ്വദേശി ജൂലിയയ്ക്കും എറണാകുളം അങ്കമാലി സ്വദേശി തോമസ് കുട്ടിക്കും നാളെ വിവാഹമാണ്. ജൂലിയയ്ക്കും തോമസ് കുട്ടിക്കും ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിൽ ആശംസകൾ അറിയിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലുള്ള ബിയാറോസ് ജിനീഷിന് ഇന്നലെ 4ാം പിറന്നാളായിരുന്നു. അച്ഛൻ ജിനീഷ്, അമ്മ അനുമോൾ, സഹോദരങ്ങളായ ബിനോയ്, ബിൽവിൻ എന്നിവർക്കൊപ്പം മറ്റു കുടുംബാംഗങ്ങളൊക്കെയാണ് ബിയാറോസിന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. ബിയാറോസിന് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ബാലരാമപുരം ത്രിനേത്ര വീട്ടിൽ ഇമക്കുട്ടിയുടെ 3ാം ജന്മദിനമായിരുന്നു ഇന്നലെ. അച്ഛൻ അനു, അമ്മ രേവതി എന്നിവരാണ് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. ഇമക്കുട്ടിക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇവാന സതീഷിന് ജന്മദിനാശംസകൾ അറിയിച്ചിരിക്കുന്നത് പപ്പ സതീഷും അമ്മ അനീറ്റയും അനുജൻ അപ്പുവുമാണ്. ഇവാനക്കുട്ടിക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. തൃശൂർ പേരാമംഗലം സ്വദേശികളായ വൈശാഖിന്റെയും അഞ്ജുവിന്റെയും മകളായ നേത്രയുടെ 1ാം പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമൊക്കെയാണ്. നേത്രക്കുട്ടിക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. തിരുവനന്തപുരം പെരുങ്ങുഴി യദുവിന്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. ഷീനു, അഞ്ജന എന്നിവരാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. അച്ഛനും അമ്മയുമാണ് ഇരുവരും. യദു ഇപ്പോൾ UK-യിലാണുള്ളത്. യദുവിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ന്യൂസ് 18ന്റെ പേരിൽ. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പട്രോൾ കാണാം. നമസ്കാരം.